കുന്നംകുളത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വന്നതാണ്. കൂടെ വരാൻ വന്നത് ചങ്ങായി ഓന് ബുദ്ധിമുട്ട് കൊണ്ട് ആരോഗ്യ പ്രശ്നം കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. മോർണിംഗ് എൻ്റെ ഒരു വേറെ ഫ്രണ്ട് വരാനുണ്ട്, അപ്പോൾ വരാൻ ലേറ്റാവും. അപ്പോൾ ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങിയ സമയത്ത് കുന്നംകുളത്ത് നിന്ന് നടക്കാനിറങ്ങിയ കോസ്റ്റ്യൂമാണ്. നടക്കാനിറങ്ങിയ കോസ്റ്റ്യൂമിന് പെട്ടെന്ന് എനിക്കൊരു വണ്ടി, ഒരു ബസ് കിട്ടി. അത് ഗുരുവായൂർക്കായിരുന്നു. അപ്പോൾ ഗുരുവായൂർ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു കോസ്റ്റ്യൂമിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ഗുരുവായൂർ അമ്പലം എത്താനായി 350 മീറ്റർ മാത്രം. എല്ലാവരും നല്ല വെള്ളമുണ്ടും മറ്റൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. കുറേ സാമ്യവാനുണ്ട്. ഈ ഒരു കോസ്റ്റ്യൂം കാണുമ്പോൾ എല്ലാവരും എന്തെങ്കിലും നോക്കുന്നുണ്ട്. വന്നില്ല, നമുക്കൊരു മുണ്ട് വാങ്ങിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു ഓക്വേർഡ് ഫീലിംഗ് പോലെ. ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിലെത്തി അമ്പലം കാണാൻ പറ്റും. മുണ്ട് വാങ്ങിച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ നടയിലെത്തിയിരിക്കുകയാണ്. പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. ഗുരുവായൂർ വരണമെന്ന് തീരുമാനിച്ചിട്ടില്ല. കുന്നംകുളത്ത് നിന്ന് ബസ് കിട്ടി. അങ്ങനെ ഒരു നടക്കാൻ വന്ന കോലത്തിൽ വന്നു. ഇപ്പോൾ ഒരു കാവ്യ മുണ്ടൊക്കെ വാങ്ങിച്ചിട്ട് ഗുരുവായൂർ ദർശനം കാണാൻ പോവാണ് ഒറ്റയ്ക്ക്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്, നല്ല ക്യൂ ഉണ്ട്. ഞാൻ അമ്പലത്തിന് ചുറ്റി ഒന്ന് നടക്കുകയാണ്. ഇവിടെ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട്. സ്പെഷ്യൽ ദർശനം ഒരാൾക്ക് 1000 രൂപ, 5 പേർക്ക് 4500 രൂപ ഒക്കെ കണ്ടു. ഗുരുവായൂർ അമ്പലത്തിൽ ഇതിന് മുമ്പും വന്നിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും ഫാമിലീൻ്റെ കൂടെയാണ് വന്നത്. അപ്പം ഭയങ്കരമായിട്ട് കമ്മിറ്റ്മെൻറ്റ്സ് കൂടുതലായിരുന്നു. അതായത് അവരെ ടേക്ക് കെയർ ചെയ്യണം, അവരെ കൊണ്ടുപോകണം. പാർവലുണ്ടെങ്കിൽ അവളുടെ കൂടെ തന്നെ ആയിരിക്കും. ഇത് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഫ്രീ ബേർഡാണ്. എവിടെയും പോവാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അതൊരു വേറെ അനുഭവമാണ് കേട്ടോ. എന്തായാലും മാക്സിമം വീഡിയോ കവർ ചെയ്യുന്നുണ്ട്, നോക്കട്ടെ. നടന്ന് ഞാൻ പടിഞ്ഞാറേ നടക്കെത്തി. ഇവിടെ വഴിപാട് പായസം വാങ്ങിക്കാൻ നല്ല ക്യൂ ഉണ്ട്. ഒരുപാട് കല്യാണം നടക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. അമ്പലം ഫുള്ളായി ചുറ്റിക്കറങ്ങി പടിഞ്ഞാറേ നടയിലെത്തി. ഇപ്പോൾ എക്സിറ്റ് അടിക്കാൻ പോവാണ്. പ്രസാദം മേടിക്കാൻ നിന്നിട്ടില്ല, കാരണം പ്രസാദം മേടിക്കാൻ ഭയങ്കര ക്യൂ ഉണ്ട്. അതിന് സ്പെയർ ചെയ്യാൻ ടൈമില്ല. അപ്പോൾ പാറുവിനും ലച്ചുനും എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് നേരെ സ്കൂട്ടാവാൻ പോവാണ്. പക്ഷേ വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ ഇത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫീലിംഗ് അനുഭവിക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും മേടിച്ചിട്ട് പോവും. ഇത് പറ്റുമെങ്കിൽ ഞാൻ ഒരു വ്ളോഗ് പോലെ വീഡിയോ ആക്കിയിട്ട് ഇടാൻ താല്പര്യമുണ്ട്. നോക്കട്ടെ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഒറ്റയ്ക്കായതുകൊണ്ട് ഫ്രീ ആയതുകൊണ്ട് എടുത്തതാണ്. മേടിക്കേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. തിരിച്ച് ബസ് കയറാൻ പോവാണ്. പടിഞ്ഞാറൻ നടയിൽ നിന്ന് പുറത്തിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ നടക്കാൻ പോയി. ഞാൻ നടന്ന് ബസ് പിടിച്ച് ഗുരുവായൂർ ചെന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇതൊരു വല്ലാത്ത അനുഭവമാണ്.